ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വിവാഹ ദിവസമാണ് ഇന്ന്. അല്ലേ കൂട്ടുകാരെ, നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വിവാഹം മുന്നിട്ടിറങ്ങി നടത്തുന്നത് നമ്മുടെ മാർക്കോ തന്നെയാണ്. ഈ ഒരു മാർക്കോ തന്നെയാണ് നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഈ വിവരത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത് തന്നെ. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മാർക്കോ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ നീ ചെയ്തിട്ടുള്ള കാര്യം? എന്താ നീ ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്കങ്ങ് എടുത്താൽ ശരിയായോ എന്നുള്ള രീതിയിലൊക്കെ കണ്ണൻ ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ മാർക്കണ്ഡേയനോട് ചോദിക്കുന്നുണ്ട്. മാർക്കണ്ഡേയനോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി നീ എന്തറിഞ്ഞിട്ട് ആ സാഗറിന് ഞങ്ങളുടെ അനിയത്തിയെ കൊണ്ട് കൈ ഏൽപ്പിക്കാൻ കൊടുത്തത്? അവനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ? അപ്പം നമ്മുടെ സാഗറിനെ പറ്റി നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി മേഡം. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ പൈസയ്ക്ക് അത്രയും ആവശ്യമുണ്ടായിരുന്ന ഒരു കാലത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നു, അതിന് എത്ര വേണമെങ്കിലും അവൻ പ്രായച്ചിത്തം ചെയ്യാമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ മാർക്കണ്ഡൻ പറയുന്നുണ്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ ചെയ്തത് വലിയ തെറ്റാണ് മാർക്കോ, നീ തന്നെയാണ് ഇത് പോയി തിരുത്തേണ്ടത്. നിന്നെ കൊണ്ട് മാത്രമേ ഈ കല്യാണം മുടക്കാൻ സാധിക്കുകയുള്ളൂ. നീ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം പോയി മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അവനെ മേഘനാഥനേക്കാളും വലിയൊരു ഫ്രോഡാണ് എന്നൊക്കെയാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നത് തന്നെ. അപ്പം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, ശരിയാണല്ലോ, കണ്ണൻ സാറ് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് നമ്മുടെ മാർക്കണ്ഡേയനും മനസ്സിലാവുന്നുണ്ട്. മാർക്കണ്ഡേയൻ പറയുന്നുണ്ട്, ഞാനെന്നാൽ വേഗം പോയിട്ട് അവിടെ എത്തട്ടെ, അല്ലെങ്കിൽ അവരിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കാണും എന്നുള്ള രീതിയിൽ മാർക്കണ്ഡേയൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കണ്ഡേയനാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും ക്ഷമ ചോദിച്ചിട്ട് പെട്ടെന്ന് മഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥിനെയും സീമന്തിനെയാണ് കാണിക്കുന്നത്. മേഘനാഥൻ പറയുന്നുണ്ട് സീമന്തിരിയോട്, അമ്മേ എന്തായാലും മഞ്ജു എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ വേണം, അതെനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല. അവളുടെ സ്വത്തും കണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. അതൊക്കെ അങ്ങനെ വെറും ആളുടെ കൂടെ അവളിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നോക്കി നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആ മാർക്കോയെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്തായാലും കയറ്റും. നിയമപരമായിട്ട് മഞ്ജു എൻ്റെ ഭാര്യയാണ്, അതൊന്നും ആർക്കും വേർപിരിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീമന്തിരി പറയുന്നുണ്ട്, അതൊക്കെ കഴിയും, കാരണം അവളുടെ ഫോണിൽ നിൻ്റെയും മറ്റവളുടെയും ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അത് കാണിച്ചാൽ ഒരു കോടതിയും അവളോട് പറയില്ല ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സീമന്തിരി ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ്റെ അടുത്താണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവും സാഗറും ആണെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ എത്തുകയാണ് ചെയ്യുന്നത് തന്നെ. അവിടെ എത്തി സാഗർ മനസ്സിലാക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് സാഗർ മാർക്കോയെ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ മാർക്കോയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് മനസ്സിലാക്കുന്നുണ്ട് സാഗറാണെങ്കിൽ. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ഓഫീസ് ചെന്ന സാഗറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇനിയെങ്ങാനും കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങോട്ട് വന്ന് ഈ ഒരു കല്യാണം മുടക്കുമെന്ന് വരെ നമ്മുടെ സാഗറിന് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ സാഗർ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം മഞ്ജു നമുക്ക് എന്നുള്ള രീതിയിൽ മഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് താലി ചാർത്താൻ നിൽക്കുന്ന ആ ഒരു രംഗത്ത് തന്നെയാണ് നമ്മുടെ മാർക്കണ്ഡേയൻ അവിടെ എത്തുകയും ആ വിവാഹം മുടക്കുകയും ചെയ്യുന്നത് തന്നെ. അപ്പോൾ സാഗറും മഞ്ജു ആണെങ്കിൽ അമ്പരക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മാർക്കോ നീ പറയുന്നതെന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. അതേടാ, നീ ഇപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പാടില്ല, അവളുടെ ചേട്ടന് ഇതിന് യാതൊരു സമ്മതവും ഇല്ല എന്നൊക്കെ മഞ്ജുവിനോടും സാഗറിനോടും പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, എനിക്കൊരു മനസ്സ് തന്നെയാണ് ഉള്ളത്, ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് അയാൾ ഉപേക്ഷിച്ചിട്ട് വന്നവളാണ് ഞാൻ. ഇപ്പോൾ ഇയാളെ സ്നേഹിച്ചിട്ട് ഇയാളെ വിട്ട് കളയാൻ പറഞ്ഞാൽ അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. ചേട്ടനാണ് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും നല്ലൊരാളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ ചേട്ടന് ഇത് മുടക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ചേട്ടൻ മാറി നിൽക്കണം, എനിക്ക് എന്തായാലും സാഗറിൻ്റെ കൂടെ ജീവിച്ചേ മതിയാവും എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അങ്ങനെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ മേഘനാഥനും അവിടെ എത്തുന്നത് തന്നെ. അപ്പോൾ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എടി മഞ്ജു, നീ പറഞ്ഞല്ലോ ഞാൻ വലിയ ചതിയനാണെന്ന്, നീ ഇവനെ കല്യാണം കഴിച്ചാൽ നീ അതിനേക്കാളും വലുതായിട്ട് ചതിക്കപ്പെടും എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ്റെ ഫോണിൽ സാഗറിൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്, അതൊക്കെ നമ്മുടെ മഞ്ജുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ. അങ്ങനെ സാഗർ ഒരു ചതിയനാണെന്ന് നമ്മുടെ മാർക്കണ്ഡേയനും മനസ്സിലാവുന്നുണ്ട്. പിന്നെ മാർക്കണ്ഡേയൻ പറയണ്ടല്ലോ, സാഗറിനെ പോയി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നമ്മുടെ മഞ്ജുവും തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു കല്യാണത്തിൽ നിന്ന് മഞ്ജുവും പിന്മാറുന്നുണ്ട്. ഇങ്ങനത്തെ സീരിയലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക.